ഈദ് മുബാറക്. ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഇവൻ വ്ളോഗ്സിൻ്റെ വക ഈദ് മുബാറക്. എല്ലാവരും അങ്ങനെ രാവിലെ ഈദ്ഗാഹിലൊക്കെ പോയിട്ടാണ് വന്നത്. ഇവിടങ്ങളിലൊന്നും ഈദ്ഗാഹില്ല കേട്ടോ. ഞങ്ങളുടെ അവിടെയൊക്കെ ഉണ്ട് ഈദ്ഗാഹ്. ഇവിടെയൊക്കെ അടുത്തടുത്ത് വീടുകളിൽ എല്ലാവരും കൂടെ അങ്ങനെ നിസ്കരിക്കുന്നു, അങ്ങനെ ഉള്ളൂ. അവിടെയൊക്കെ ഒത്തിരി പേരല്ലേ ഈദ്ഗാഹിലൊക്കെ വരുന്ന. ഇവിടെ അങ്ങനെയൊക്കെ ഒന്നുമില്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ വെപ്രാളം എടുക്കുന്നു ഇങ്ങനെ സംസാരിക്കുമ്പോൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ തോന്നാറുണ്ടോ? എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു. പിന്നെ എങ്ങനെ പെരുന്നാളിന് രാവിലെ എന്തൊക്കെയാണ് സ്പെഷ്യൽ ഐറ്റംസ് എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടോ? ഇവിടെ ആസ് യൂഷ്വൽ നമുക്ക് റൊട്ടി, അതായത് അരിപ്പത്തിരിയും കറിയൊക്കെയാണ് അവിടുത്തെ സ്പെഷ്യലൊക്കെ എന്തൊക്കെയാണാവോ? പിന്നെന്താ? അയ്യോ, വേറൊരു കാര്യം പറഞ്ഞില്ല. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക്, അതായത് നമ്മുടെ പെരുന്നാൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. പിന്നെന്താ, വീഡിയോ ഫുള്ളായിട്ട് കാണുക, ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെന്തോ പറയണോ? വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ പെരുന്നാളിനൊക്കെ ഉണ്ടല്ലോ, ഞാനങ്ങനെയാണ്. എൻ്റെ പോലുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഈ മുല്ലപ്പൂ, മൈലാഞ്ചി ഇതൊക്കെ വേണ്ട വരുന്ന വെച്ചാൽ അതില്ലെങ്കിൽ ഇപ്പോൾ ഡ്രസ്സ് കിട്ടിയില്ലെങ്കിലും ഒന്നും ഒരു കുഴപ്പമില്ല. എനിക്കങ്ങനെയാണ്. മുല്ലപ്പൂവും മൈലാഞ്ചി ഇല്ലെങ്കിൽ ആ പെരുന്നാളെന്ന് പറയുന്നതേ നടക്കത്തില്ല. അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു ഞാൻ. ഇപ്പോഴല്ല, കല്യാണത്തിന് മുമ്പ് വരെ. കല്യാണത്തിന് ശേഷം പിന്നെ അങ്ങനെയൊന്നുമില്ല. അത് മൈലാഞ്ചി നന്നായിട്ടിടുന്നവർ വേണം കയ്യിലിടാൻ. രണ്ട് കയ്യിലും അകത്തും പുറത്തും ഒക്കെ ഇടണം, എന്നാലേ എനിക്ക് തികയത്തുള്ളൂ. പിന്നെ തിരിച്ച് നമുക്ക് പെരുന്നാളിൽ പെരുന്നാൾപ്പൊടിയൊക്കെ കിട്ടത്തില്ലേ, അപ്പം മുല്ലപ്പൂ പോയി വാങ്ങിക്കും. അയാളാണെങ്കിൽ മുല്ലപ്പൂ ഇങ്ങനെ ഇട്ടാകും, ഇങ്ങനെ നമ്മൾ മുഴം എടുക്കത്തില്ലേ, അപ്പം അയാൾ ഇങ്ങനെ ആക്കും. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ കൈ നേരെ വെക്ക്, കുറച്ചും കൂടെ നേരെ വെച്ചിട്ടാണ് മുഴം ഇതാക്കാൻ എന്നൊക്കെ പറയും. അതൊക്കെ പഴയ പെട്ടെന്ന് കഴിഞ്ഞു പോയതുപോലെയൊക്കെ തോന്നും ആ മെമ്മറീസൊക്കെ. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? എന്നെപ്പോലെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടോ? എൻ്റെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെന്താ, ഇപ്പോഴത്തെ പെരുന്നാളൊന്നും ഒരു ഇതുമില്ല, ഒരു ഗുമ്മില്ല. അതിന് നമ്മൾ വലുതായതുകൊണ്ട് തോന്നുന്നതായിരിക്കും. കൊച്ചുനാളത്തൊക്കെ പെരുന്നാളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈദ്ഗാഹൊക്കെ, ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയായിരുന്നു കേട്ടോ ഈദ്ഗാഹൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ നമ്മൾ നിസ്കാരം എല്ലാം കഴിഞ്ഞ് നേരെ വാപ്പീൻ്റെ വീട്ടിൽ പോകും. അവിടെ പോയി അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. വാപ്പിയുടെ വാപ്പായും ഉമ്മായും അവരെല്ലാവരും കൂടെ ആയിട്ടായിരുന്നു. ആ വീട്ടിൽ അതായത് വാപ്പിയുടെ കുടുംബ വീട്ടിലെല്ലാവരും കൂടെ വരും. എല്ലാവരും കൂടെ വന്നിട്ട് മക്കളും പെരുമക്കളും കൊച്ചുമക്കളും ഒക്കെ കൂടെ ആയിട്ട് വന്ന് രാവിലെ ഒരു കുറച്ച് നേരം, അല്ലെങ്കിൽ ഒരു നിസ്കരിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു കുറച്ച് നേരം അവിടെ വന്നിരിക്കും. എന്നിട്ട് കറി കാച്ചിയതെന്ന് പറഞ്ഞ സാധനം അവിടെ ചെല്ലുമ്പോൾ നമുക്ക് തരും. നമ്മുടെ വീട്ടിലുണ്ടാക്കും, എന്നാലും അവിടെ ചെല്ലുമ്പോഴും അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ കഴിക്കും. കറി കാച്ചിയതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെ കറി കാച്ചിയെന്നാണ് പറയാം. ചിലയിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, യൂട്യൂബിലൊക്കെ കറി കാച്ചിയെന്ന് നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, എന്താണ് ഏത്തപ്പഴം സ്റ്റൂ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. പക്ഷെ എനിക്ക് ഏത്തപ്പഴം സ്റ്റൂ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇത് കറി കാച്ചിയെന്നാണ് ഞങ്ങളുടെ അവിടെ പറയാം. അത് പെരുന്നാളിലൊന്നും എല്ലായിടത്തും ഉണ്ടാക്കും. ഞങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കും കേട്ടോ. അതായത് എൻ്റെ വീട്ടിലുണ്ടാക്കും, ഇവിടെ ഇല്ല, ആലപ്പുഴയിൽ. പിന്നെ അതായത് വാപ്പയുടെ സഹോദരങ്ങളുടെയൊക്കെ വീട്ടിലൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അവിടെയൊക്കെ ഉണ്ടാക്കുമെന്ന്. അപ്പോൾ അതൊക്കെ കഴിച്ച് അവരോടൊക്കെ ഇരുന്ന്, പിന്നെ നമ്മൾ മെയിനായിട്ട് നോക്കുമ്പോൾ പെരുന്നാൾപ്പൊടി കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ. ഇപ്പം നമ്മൾ തിരിച്ചു കൊടുക്കണം. മുമ്പൊക്കെ അത് കിട്ടും. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, അത് കിട്ടിയിട്ട് വേണം നമുക്ക് മുല്ലപ്പൂ ഒക്കെ വാങ്ങിക്കേണ്ടതെന്നൊക്കെ. അങ്ങനത്തെയൊക്കെ മെമ്മറീസൊക്കെ വെക്കുമ്പോൾ പഴയതായിരുന്നു കുറച്ചുകൂടി നല്ലതെന്ന് തോന്നും. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്കങ്ങനെ തോന്നാറുണ്ട് എപ്പോഴും. അവരൊക്കെ ഉണ്ടായിരുന്ന സമയത്തുള്ള മീൻസപ്പോൾ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയത്തില്ല എന്നൊക്കെ പറയത്തില്ലേ, സത്യമാണ്. അവരുണ്ടായിരുന്നപ്പോൾ ഉള്ള ആ സന്തോഷവും സന്തോഷമൊക്കെ ഉണ്ടാവും, ഇപ്പോഴും ഉണ്ട്. പക്ഷെ അന്നത്തെ പോലത്തെ അത്രയും സന്തോഷം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. ഗ്രാൻഡ് പേരൻസും അവർ നമ്മളിപ്പോൾ വാപ്പിയുടെ സഹോദരങ്ങൾ, അതായത് നമ്മുടെ അങ്കിളും ആൻറ്റിയും അവരൊക്കെ വരുമ്പോൾ ഉള്ള എല്ലാവരും കൂടെ ഒന്നിച്ചുള്ളൊരു പെരുന്നാളില്ലേ, അത് ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. എന്നാലും സാരമില്ല, നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരും ആയിട്ട് കൂടാറൊക്കെ ഉണ്ടെങ്കിലും പഴയതിൻ്റെ അത്രയൊരു അറ്റാച്ച്മെൻ്റ് ഒന്നും ഇപ്പോൾ ഇല്ലാത്ത പോലെ തോന്നുന്നു. ചിലപ്പോൾ വലുതായതൊക്കെ കൊണ്ടായിരിക്കാം. എനിവേ,
ഞാൻ പറഞ്ഞു ഒത്തിരി അങ്ങ് പോവുകയാണല്ലേ. എനിവേസ്, നിങ്ങളുടെ പണികളൊക്കെ നടക്കട്ടെ. ബാക്കി എൻ്റെയും പണികളൊക്കെ കുറച്ചും കൂടെ നടക്കാനുണ്ട്. രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഉച്ചക്കത്തേക്കുള്ളത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ വീട്ടിലൊക്കെ എന്താ സ്പെഷ്യൽ? ബിരിയാണി, മന്തി അങ്ങനത്തെയൊക്കെയാണോ? ഇവിടെ ഒന്നുമില്ല കേട്ടോ. ഇവിടെ നല്ല നെയ്ച്ചോറും ഇറച്ചിയും പരിപ്പും പപ്പടവും, അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. പിന്നെന്താ, ഇന്ന് വീട്ടിൽ പോകുന്നില്ല, നാളെ പോകും. നാളെ ഞാൻ ആലപ്പുഴയിലോട്ട് പോവാണ്. പിന്നെ കുറച്ച് ദിവസം അവിടെ. അപ്പോൾ നമ്മളിന്ന് വേറെ കുറച്ച് വെറൈറ്റി വീഡിയോസൊക്കെ വരണം ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എനിക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ എന്തോ വെപ്രാളം എടുക്കുന്നു, എന്തൊക്കെയോ ബുദ്ധിമുട്ട് പോലെയൊക്കെ തോന്നുന്നു. ചിലപ്പോൾ മാറുമായിരിക്കില്ലേ. നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തേ? എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാത്ത എന്താ? പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്കിനി അടുത്ത ബാക്കി വിശേഷങ്ങൾ പുറകെ വരാം കേട്ടോ. അപ്പോഴത്തേക്കും എല്ലാവർക്കും എന്താ ഈദ് മുബാറക്ക്. പുതിയ ഉടുപ്പൊക്കെ ഇട്ട എല്ലാവരും? ഞാൻ ചോദിച്ചില്ലല്ലോ. ഇതാട്ടോ എൻ്റെ പുതിയ ഉടുപ്പെന്നല്ല, പുതിയ ഉടുപ്പ് തന്നെ. ഇത് നൈറ്റിയാണ്, ഇത് ഷോളും. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ അപ്പൻ്റെ നാണമില്ല, എന്തിനെങ്ങനെയൊക്കെ പറയണമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല ഇങ്ങനത്തെ രീതിയിൽ സംസാരിക്കണമെന്നൊന്നും. അപ്പോൾ എന്തായാലും എൻ്റെ കാര്യങ്ങൾ നടക്കട്ടെ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ബാക്കി പുറകെ കാണിച്ചു തരാം. ഓക്കെ. ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തലേന്നത്തെ വീഡിയോ ആണ് കേട്ടോ. തലേന്ന് ഒത്തിരി ഒന്നും എടുത്തില്ല, ഇതാകെ കുറച്ച് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇവൻ്റെ കയ്യിലായിരുന്നു ഫോൺ, അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. ഇത് പിറ്റേന്നത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒറോട്ടിക്ക് വേണ്ടിയിട്ട് തലേന്നേ ഇതെല്ലാം ചെയ്ത് വെച്ചേക്കും. അതായത് ഒറോട്ടി അയച്ച് ഇങ്ങനെ ഉണ്ടയാക്കി പരത്തി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ നമുക്ക് അധികം അത്രയ്ക്കും പണി ഉണ്ടാവത്തില്ല. അതാകുമ്പം ഒട്ടുമിക്ക വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ തലേന്ന് ഇതിങ്ങനെ ഉരുട്ടി ഉണ്ടയാക്കി പരത്തി വെച്ച് കഴിയുമ്പോൾ നമുക്ക് രാവിലെ അത്രയും പണി കുറഞ്ഞ് കിട്ടും. ഇല്ലെങ്കിൽ ഇതിൻ്റെ പുറകെ നിന്ന് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് ഒരു രീതിയിലും വെച്ചാൽ നമ്മുടെ പണി തീരാത്ത പോലെ നമുക്ക് തോന്നും. കുറച്ചെങ്കിലും നേരത്തെ പണി തീരണമെന്നായിരിക്കുമല്ലോ എല്ലാവർക്കും തോന്നുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലേന്ന് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. എല്ലാവരുടെയും വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് തോന്നുന്നത് കേട്ടോ. നിങ്ങളുടെയൊക്കെ വീട്ടിലെന്തായിരുന്നു രാവിലെ സ്പെഷ്യൽ? ചപ്പാത്തി, പത്തിരി, പൊറോട്ട, എന്താ ഇടിയപ്പം, അപ്പം, അങ്ങനെ വെറൈറ്റീസ് എന്തെങ്കിലും? ഇവിടുത്തെ ദേശീയ ഭക്ഷണമാണ് കേട്ടോ അരിപ്പത്തിരി. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആര് വന്നാലും എപ്പോഴും ഉണ്ടാവും അരിപ്പത്തിരി. ഇവിടെ ഒറോട്ടി എന്നൊക്കെ പറയും. അപ്പോൾ എല്ലാവരും വിളിക്കുമ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് പിന്നെ പറയണ്ടല്ലോ പ്രത്യേകിച്ച്, നിങ്ങളുടെ ദേശീയ ഭക്ഷണം അത് തന്നെ ആയിരിക്കുമല്ലോ എന്നൊക്കെ അതിങ്ങനെ തമാശയ്ക്ക് നമ്മളിങ്ങനെ കളിയാക്കി പറയത്തില്ലേ, അങ്ങനെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് ഇതാക്കി വെച്ചുകൊണ്ടിരിക്കുക. ഇവാൻ എൻ്റെ ഇടയ്ക്ക് ഫോൺ ചോദിച്ചുകൊണ്ടിരിപ്പുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ഇതാക്കിയിട്ട് എടുത്തുകൊണ്ടിരിക്കുക. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് പോയി പിന്നെ കിടന്നുറങ്ങി കേട്ടോ. പിന്നെ ഇത് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റതാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ കുറച്ച് നേരത്തേക്ക് നമുക്ക് ഒരു ഇത് കാണത്തില്ലേ, ഒരു എന്തെന്നാണ് ബ്ലാങ്ക് ആയ പോലെ, എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഫ്രഷായി, ഇവാനപ്പം നല്ല ഉറക്കമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഫ്രഷായി ഒറോട്ടിയൊക്കെ ചുട്ട് കറിയൊക്കെ ആയി. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ ആസ് യൂഷ്വൽ ഒറോട്ടിയും നമ്മുടെ ബീഫ് കറിയായിരുന്നു. അതെല്ലാം കഴിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മിക്കയും ഇവാനും കൂടെ അതേ സിയാറത്തിനും പിന്നെ ഇത്തയുടെ വീട്ടിലൊക്കെ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് അവരിറങ്ങുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതൊന്നും കണ്ടിട്ടൊന്നുമില്ല. അപ്പം അവർ പോയതിന് ശേഷം ഞാൻ എൻ്റെ പണിയിലോട്ട് കയറാമെന്നും കരുതി അവർ പോകുന്നവർ നോക്കിയിട്ട്. ഇപ്പോൾ ഈ തുണി കിടക്കുന്നുണ്ടോയെന്ന് തോന്നല്ലേ, എല്ലാവരുടെ വീട്ടിലിടുന്ന പോലെ തന്നെയുള്ളൂ ഞങ്ങളുടെ വീട്ടിലും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ എൻ്റെ പണിയിലോട്ട് കയറി. എൻ്റെ പണി ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നോ, എന്തുവാ ഇന്ന് സ്പെഷ്യലായിട്ട് അങ്ങനെയൊന്നുമില്ല. റൊട്ടിയും നെയ്ച്ചോറും നമ്മുടെ പരിപ്പ് കറിയും രാവിലെ വെച്ച ഇറച്ചിക്കറിയുണ്ട്, പിന്നെ പരിപ്പ് കറിയും പപ്പടവും ഒക്കെ ആയിട്ടാണുള്ളത്. അതായത് മെയിനായിട്ട് ഉമ്മച്ചാടും ഉമ്മായും ആങ്ങളെയും മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് 1 വർഷമൊക്കെ ഒന്നും തികഞ്ഞിട്ടില്ല, കുറച്ച് മാസങ്ങളേ ആയിട്ടുള്ളൂ. അപ്പം അതിൻ്റെയൊക്കെ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ട്. അല്ലെങ്കിൽ രാവിലെ മാമയുടെയൊക്കെ വിളിയും വലിയമ്മയുടെ വിളിയൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ സാധാരണ വലിയ ഇതായിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടുള്ള രീതിയിൽ ഇപ്പോൾ ആസ് യൂഷ്വലായിട്ട് നമ്മളെ വീട്ടിലൊക്കെ വെക്കുന്ന രീതിയിലുള്ളത് തന്നെ, അല്ലാണ്ട് ബിരിയാണിയും അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതിനകത്തുള്ള ഞാൻ എന്ത് ചെയ്യുമായിരുന്നപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പരക്കുകയായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ് പരിപ്പ് കറി കുറുകിയിരിക്കുന്നതാണോ നീട്ടി വെക്കുന്നതാണോ ഇഷ്ടം? എനിക്ക് കുറുകിയിരിക്കുന്ന കേട്ടോ ഇഷ്ടം. കുറുകിയെന്ന് വെച്ചാൽ ഒത്തിരി കുറുക്കലല്ല,
കുറച്ചൊക്കെ മിക്കൊക്കെ, പക്ഷേ അത് തീ കണ്ടുകൂടാ. അതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാനിപ്പം നമ്മുടെ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക. നെയ്ച്ചോറ് ഇപ്രാവശ്യം ഇഡ്ഡലി തട്ട്, അതായത് ഇഡ്ഡലി വെക്കുന്ന ചെമ്പില്ലേ അതിനകത്ത് വെക്കാമെന്ന് കരുതി. കുക്കർ 2-3 പണി വന്നിരിക്കുന്ന കാരണം ഇതിനകത്തൊന്ന് വെച്ച് നോക്കിയാലോ എന്ന് കരുതി. ഇതിനകത്ത് ആദ്യമായിട്ടാണ് വെക്കുന്നത്. ഇനി അടുക്കി പിടിക്കുക, പറ്റിച്ചെടുക്കുമ്പോൾ നമുക്കറിയാം. മറ്റേത് വിസിൽ വരുമ്പോൾ അറിയാൻ പറ്റും, 2 വിസിൽ ആകുമ്പോൾ വെന്ത് കാണും എന്നുള്ള രീതിയിൽ നമുക്കറിയാമല്ലോ. ഇതങ്ങനെ അറിയാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ തുറന്ന് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പറ്റി കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ പണിയാവില്ലല്ലോ, വീണ്ടും വെക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. അതിന് അരിയൊക്കെ ഇട്ട് പിന്നെ ഞാൻ കരുതി എന്തായാലും അരിയിട്ടതിന് പോയി ഒന്ന് സ്പൂണൊക്കെ ഇട്ടൊന്ന് ഒന്ന് ഇളക്കിയേക്കാം, എങ്ങാനും ഒന്ന് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് കലക്കി എടുത്തേക്കാമെന്ന് കരുതി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അതും വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇക്കയൊക്കെ വന്നത്. അവർ ചൂടത്ത് വന്ന കാരണം നല്ല പാടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ഫുഡെല്ലാം കഴിച്ച് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടന്ന് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നിരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ട് സന്ധ്യയല്ല രാത്രി ആയപ്പോഴാണ് പിന്നെ നിത്യയൊക്കെ വന്നത്. അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അന്നത്തെ ദിവസം മൊത്തം പിന്നെ ക്ഷീണവും അതൊക്കെ ആയിട്ട് അവിടെയൊക്കെ ഇരുന്ന്. ഇത് പെരുന്നാളിൻ്റെ പിറ്റേന്ന് ഞാൻ വീട്ടിലോട്ട് പോവുക, ആലപ്പുഴയിലോട്ട് പോകുന്ന വഴിക്ക് എടുത്തതാണ്. ബസ്സിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേ ഇവാന് നല്ല ഉറക്കമായി. ഇതവിടെ ബസ് കായംകുളത്ത് കുറച്ച് നേരം പിടിച്ചിടുമല്ലോ, അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ചങ്ങ് ദൂരം ഹരിപ്പാട് കഴിഞ്ഞ് കുറച്ചങ്ങ് ആയപ്പോഴത്തേക്ക് ഇവാൻ എഴുന്നേറ്റു. ഇവാനപ്പോൾ ചോദിക്കുന്നുണ്ട് എപ്പോൾ എത്തും, ഒത്തിരി ദൂരം ഉണ്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കാഴ്ചയൊക്കെ കാണാൻ ഇഷ്ടമാണ് അവൾക്ക്. സൈഡ് സീറ്റിലായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് എത്തി. വീട്ടിലെത്തിയിട്ടില്ല, അവിടെ സ്റ്റോപ്പിലെത്തിയപ്പോൾ വാപ്പി ഉണ്ടായിരുന്നു. പിന്നെ വാപ്പിയായിട്ട് നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിലോട്ട് വന്നിട്ടെന്താ വീട്ടിൽ വന്നതിന് ശേഷം ഉമ്മയും ഇവാനെന്നായി വരുന്ന അനിയൊക്കെ ആയിട്ട് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു, സംസാരിച്ചു. പിന്നെ വന്നുടനെ നല്ല ചൂടല്ലേ, അതായതുകൊണ്ട് വെള്ളമൊക്കെ കുടിച്ച് അവിടെ കുറച്ച് നേരമൊക്കെ സംസാരിച്ച് അങ്ങനെയായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് നേരെ പോയി. ഫുഡ് ഇപ്പം ഉമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള ബിരിയാണി ആയിരുന്നു. ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ അങ്ങ് മാറി സുഖമായിട്ടൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് പിന്നെ കടയിലൊക്കെ പോകാനുണ്ടായിരുന്നു. കടയിലുമൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. പിന്നെ ബാക്കിയൊന്നും ഞാൻ എടുത്തില്ല. അന്ന് വൈകിട്ട് വനയും കൊണ്ടുവന്ന് വെറുതെ ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്നിറങ്ങി. അത്രയും ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ പെരുന്നാൾ വീഡിയോസ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെ ആഘോഷിച്ചതെന്നൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. എങ്ങനെയാണ്, വലിയ രീതിയിലായിരുന്നു, എല്ലായിടത്തും ഒക്കെ പോയോ ഇല്ലെന്ന്. നമ്മുടെ പെരുന്നാൾ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ബാക്കി വീഡിയോസൊന്നും ഞാൻ എടുക്കാൻ പറ്റിയില്ല, ക്ഷീണം കാരണം അവിടെ ഇവിടെയൊക്കെ മാറിയായിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ബാക്കി വീഡിയോസൊന്നും എടുത്തില്ല. അപ്പോൾ ഇത്ര ആണ് നമ്മുടെ പെരുന്നാൾ വിശേഷമായിട്ട് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ ഈദ് മുബാറക്ക്.